റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കിയിൽ നിർണായക നീക്കവുമായി പി വി അൻവർ. ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. ഇടത് വിമതരെ ഒപ്പം ചേർക്കാൻ ലക്ഷ്യമിട്ട് DMK-ക്ക് ഇടുക്കിയിൽ അനൌദ്യോഗിക ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച എസ് രാജേന്ദ്രൻ ജനകീയയാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചുവെന്നും റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാജേന്ദ്രനോട് ആവശ്യപ്പെട്ടത് ധാർമ്മിക പിന്തുണയാണ് എന്ന് അൻവർ പിന്നീട് റിപ്പോർട്ടറോട് പ്രതികരിക്കുകയും ചെയ്തു. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ രാജേന്ദ്രന്റെയും പി വി അൻവറിന്റെയും പ്രതികരണങ്ങൾ വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ ഇടുക്കിയിൽ എന്തൊക്കെ നീക്കങ്ങൾ ഇതിനകം അൻവർ നടത്തി? സ്മൃതി പരുത്തിക്കാട്, ഇതിനോടകം തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷത്തെ നേതാക്കന്മാരുമായി ഈ ജില്ലയിലെ ഉള്ള നേതാക്കന്മാരുമായിട്ട് പി വി അൻവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഒന്ന് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി സമരപരിപാടികളിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ CPI-യിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് വിമതരായി നിൽക്കുന്ന വിനൂസ് കറിയായുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഇരുവരും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. പി വി അൻവറിന്റെ പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും പി വി അൻവറിന്റെ നിലപാടുകളോട് ഇവർക്ക് യോജിപ്പാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് നിരവധി യോഗങ്ങൾ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നടത്തുകയും അനൌദ്യോഗികമായ ഒരു ജില്ലാ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത്. ആ ജില്ലാ കമ്മിറ്റി അനോണിമസ് ആയി നിന്ന് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പി വി അൻവർ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായിരുന്നാലും ആ ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ജില്ലയിലെ പ്രവർത്തനങ്ങൾ പുരോഗമിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. സ്മൃതി പരുത്തിക്കാട്. ശരി, സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്.